Hello my dear student, welcome back to Learn and Grow. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? ഇനി വീണ്ടും നമ്മൾക്ക് വി ഹാവ് ടു മൂവ് ബാക്ക് ടു ദ സ്റ്റഡീസ് അല്ലേ? പഠനത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾക്ക് വരാനിരിക്കുന്നത് ഫൈനൽ എക്സാമാണ് ഇനി നമുക്ക് വരാനിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അന്ന് പഠിപ്പിച്ച സ്കൂളിൽ നോക്കി പഠിപ്പിച്ച പാഠങ്ങൾ അതൊന്ന് പഠിച്ച് തീർത്താൽ എന്താണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സാമൊക്കെ എഴുതാൻ സാധിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹിന്ദിയാണ്. ഓക്കെ, ഹിന്ദിയിൽ ഇക്കായി 5 നസറേ എന്ന് പറയുന്ന യൂണിറ്റിലെ ഒരു ഡയറിയാണ് കേട്ടോ. ഒരു ഡയറി കുറിപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രേം കെ സിവ ഓർ കുച്ച് നെഹിയേ, പ്രേമത്തിന് പുറമെ മറ്റൊന്നും വേണ്ട എന്നതാണ് ഈ ഒരു ഹെഡിങ്. ഓക്കെ, ഒരു പാഠഭാഗം ഒരു ഡയറി രൂപത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പ്രേം കെ സിവ ഓർ കുച്ച് നെഹിയേ, പ്രേമത്തിന് പുറമെ മറ്റൊന്നും വേണ്ട എന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ഒരു മനുഷ്യൻ്റെ ആദരവ്, കാരുണ്യം, സഹനബോധം എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് മനുഷ്യൻ്റെ മഹത്വത്തെ ഉയർത്തി കാണിക്കുന്ന തരത്തിലുള്ള ഒരു പാഠഭാഗമാണ്. ചാപ്റ്ററിലോട്ട് കിടക്കാം. റാഞ്ചി ജാർഖണ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് 27 ജൂൺ 2022 സോമവാർ. ഓക്കെ, ഒരു തിങ്കളാഴ്ച ആയിരുന്നു ഈ ഒരു ഡയറി ഗ്രൂപ്പ് എഴുതിയിരിക്കുന്നത്. നോക്കാം. रिम्स झारखंड का सबसे बड़ा सरकारी अस्पताल है. इस अस्पताल में एक रिपोर्ट लेने में कतार में खड़ी थी. ഓക്കെ, അപ്പോൾ റിംസ് എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ സബ്സെ ബഡ ഏറ്റവും വലിയ സർക്കാരി അസ്പതാൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആണ്. അപ്പോൾ ഇവിടെ ലേഖിക എന്താണ് ഇസ് അസ്പതാൽ മേം ഏക് റിപ്പോർട്ട് ലേനെ മേ കഥാർ മേ ഘടി തി. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഓക്കെ, കഥാർ മേ ഘടി തി എന്ന് വെച്ചാൽ ക്യൂവിൽ ലൈനിൽ നിന്നിട്ടുണ്ടായിരുന്നു. മേരെ ആകെ ഏക് വ്യക്തി ഘടാത, എൻ്റെ മുന്നിൽ ഒരു വ്യക്തി, ഒരാൾ നിന്നിട്ടുണ്ടായിരുന്നു. ഉസേ ബി കോയി റിപ്പോർട്ട് ലേനി തി, അപ്പോൾ അദ്ദേഹത്തിനും എന്തെങ്കിലും റിപ്പോർട്ട് വാങ്ങിക്കാനുണ്ടായിരിക്കാം. पैसे जमा करते वक्त उसे पास 20 रुपये कम पड़ रहे थे. वह परेशान इधर उधर ताक रहा था. ഓക്കെ, അപ്പോൾ അദ്ദേഹം പണം എന്താണ് ഈ ക്യൂവിൽ നിന്നിട്ട് അവിടെ പണം കൊടുക്കേണ്ട, ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് പണം കൊടുക്കേണ്ട സമയത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 20 രൂപ കുറവായിരുന്നു. ഓക്കെ, 20 റുപ്പയെ കം പഡ് രഹെ, 20 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറവായിരുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹം ഭയങ്കര പരേഷാൻ സേ ഇധർ ഉദർ താക് രഹാദ, അപ്പോൾ ഭയങ്കര പരേഷാന്, അദ്ദേഹം ഭയങ്കര ആശങ്കയോടെ ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ബാർ ബാർ ജേബ് മേം ഹാത്ത് ഡാൽത്താ ഹെ, പിന്നെ ബാർ ബാർ എന്താണ് പിന്നെയും ജേബ് എന്ന് വെച്ചാൽ പോക്കറ്റിൽ കൈയിട്ട് നോക്കുന്നുണ്ടായിരുന്നു 20 രൂപ ഉണ്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പൈസ കൊടുക്കാൻ ഇല്ലാത്തപ്പോൾ നമ്മൾ നോക്കുമല്ലോ, അയ്യോ എവിടെയെങ്കിലും ഉണ്ടോ ക്യാഷ് എന്ന് പറഞ്ഞിട്ട്. പീച്ചെ വാലെ ലോഗ് ജൽദി ഖറോ ചില്ലാ രഹേ തെ. ഓക്കെ, അപ്പോൾ ഈ ലൈനിൽ ഇവരിങ്ങനെ ഹോസ്പിറ്റലിൽ നമുക്ക് ആ പിക്ചറിൽ കാണാം അല്ലേ, ഈ ഫിഗറിൽ കാണുന്ന പോലെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ബില്ലടക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇദ്ദേഹം ഈ 20 രൂപ കുറവായത് കൊണ്ട് ഇങ്ങനെ പോക്കറ്റിൽ കൈയിടുന്നു, ഇങ്ങനെ ചുറ്റും നോക്കുന്നു. അപ്പോൾ ആ സമയത്ത് ബാക്കിലിരിക്കുന്നവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് കാരണം ഇവരിങ്ങനെ ക്യൂവിൽ വെയിറ്റ് ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ ജൽദി കറോ എന്ന് പറഞ്ഞിട്ട് ചില്ലാ കർ രഹേ ദേ. അപ്പോൾ അവരുടെ പിറകിലുള്ളവരിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതാണ്, പെട്ടെന്ന് ജൽദി കറോ പെട്ടെന്ന് എന്താണ് ചെയ്ത് തീർക്കുന്നത്. വഹ് ഇതർ ഫോൺ ലഖാനയിലേക്ക്, അപ്പോൾ അദ്ദേഹം എന്ത് വെച്ചോ ഇങ്ങനെ ഫോൺ വിളിക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ഫോൺ വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയാണ് ഫോണിലൂടെ 20 रुपया नहीं मिल रहा, लाइन में गड़ा हो, लेकर जल्दी आइए. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ ലൈനിൽ നിന്നിട്ട് ആരോടോ ഇങ്ങനെ വിളിച്ച് പറയാണ് കേട്ടോ, ഞാനിങ്ങനെ ലൈനിലുണ്ട്, അപ്പോൾ 20 രൂപ കുറവാണ്, അപ്പോൾ അതും കൊണ്ട് പെട്ടെന്ന് വരൂ. वो किसी से फ़ोन पर कह रहा था, तभी मैंने 20 रुपये निकाल कर उसकी ओर बढ़ा दिए.
അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന 20 രൂപ അദ്ദേഹത്തിന് നേരെ നീട്ടി. ഉസ്നെ രാഹത് കി സാസ് ലി. അപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി. ഓക്കെ, രാഹത് കെ സാസ്ലി എന്നത് ഒരിങ്ങനെ ശ്വാസം വിട്ടു, ഹോ കിട്ടിയല്ലോ എന്ന അർത്ഥത്തിൽ. ഓക്കെ, മേനെ ദേഖ ആദ്മി ചോട്ടി സി മദദ് കെ ലിയെ ആസ്പാസ് ഗഡെ ഇൻസാനോ കി തരഫ് നെഹി ദേഖ് സക്ത. അപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കി എന്താണ്, ഈ ആദ്മി, ഇദ്ദേഹം ഒരു ചെറിയ കാര്യത്തിന് പോലും എന്താണ്, ഇൻസാനോ കി തരഫ് നെഹി ദേഖ് സക്താ ഹെ, മറ്റുള്ളവർക്ക് മുമ്പിൽ ഇങ്ങനെ മുഖം നോക്കാൻ പറ്റാതെ ആയിരിക്കുന്നു. അസഹായ് മെഹ്സൂസ് കർത്താ ഹെ, അപ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരെ നോക്കാൻ തോന്നുന്നില്ല. അസഹായ് മെഹ്സൂസ് കർത്താ ഹെ, അപ്പോൾ ഒരു നിസ്സഹായത മനസ്സിലാവുന്നുണ്ട് അവിടെ, അല്ലേ. काम पूरा होने पर वह कतार से अलग हो गया और 20 रुपए के लिए फ़ोन पर किसी को बुलाता रहा. मैं റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗി തോ വഹ് പാസ്സായ. ഓക്കെ, അങ്ങനെ അദ്ദേഹം ആ ക്യൂവിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം എവിടെയോ പോയി. ഓക്കെ, വേറൊരു ഭാഗത്തേക്ക് പോയി. അലഗ് ഹോ ഗയ, വേറൊരു ഭാഗത്തേക്ക് പോയി. 20 रुपए के लिए ഫോൺ पर किसी को बुलाता रहा. എന്നിട്ട് 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് ആരോടോ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും, 20 രൂപ കൊണ്ടുവരാൻ വേണ്ടി. എന്നിട്ട് മേ റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗി തോ വഹ് പാസ്സായ. അപ്പോൾ എൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഞാൻ പോകാനൊരുങ്ങുമ്പോൾ വഹ് പാസ് ആയ, അദ്ദേഹം എൻ്റെ അരികിൽ എത്തി. എന്നിട്ട് ജറ റുക്കിയേ ധന്യവാദ് आपके 20 रुपए है, पैसे लौटाते हुए उसने कहा. ഓക്കെ, അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജറാ റുക്കിയേ, ഒന്ന് നിൽക്കൂ, ധന്യവാദ്, നന്ദി, ആപ്കെ 20 रुपए, ഇതാ നിങ്ങളുടെ 20 രൂപ, പൈസ ലൗട്ടാത്തെ ഹുയെ ഉസ്കെ കഹ. ഓക്കെ, അപ്പോൾ പൈസ തിരിച്ചു കൊണ്ടുമ്പോൾ അദ്ദേഹം പറയാണ്, നന്ദി, ഒന്ന് നിൽക്കൂ, നന്ദി, ഇതാ നിങ്ങളുടെ 20 രൂപ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കണം. അരേ വാപ്പസ് കർനാ ജറൂരി നെഹി ഹെ, 20 ഹി തോ റുപ്പേ ഹേ മേനെ കഹ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത് തിരിച്ചു തരേണ്ടൊന്നും അത്യാവശ്യമില്ല അല്ലേ, വെറും ഒരു 20 രൂപയല്ലേ. 20 ഹി തോ റുപ്പേ ഹേ മേനെ കഹ. നെഹി വഹ് 20 रुपए नहीं दे. मैंने कहा नहीं वह 20 रुपए नहीं दे कहकर वह चला गया. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വെറും 20 രൂപ മാത്രമായിരുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി അല്ലേ. അത് വെറും 20 രൂപ മാത്രമായിരുന്നില്ല എന്നുവെച്ചാൽ എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്, ആ ഒരു സമയത്ത് അല്ലേ ഇദ്ദേഹത്തിനെ സഹായിക്കാൻ മനസ്സ് തോന്നിയതിൽ ഒരു വളരെ നന്ദി സൂചകമായിട്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇയാൾ അപമാനിതനായേനെ അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കാം നെക്സ്റ്റ്. दूसरे दिन बहुत सुबह फिर कोई रिपोर्ट लेने दूसरी तरफ मेरी छोटी बहन को जाना पड़ा. അപ്പോൾ दूसरे दिन बहुत सुबह फिर कोई रिपोर्ट लेने दूसरी तरफ मेरी छोटी बहन को जाना पड़ा. ഓക്കെ, അപ്പോൾ പിറ്റേ ദിവസം ചോട്ടി ബഹൻ്റെ എന്തോ റിപ്പോർട്ട് വാങ്ങിക്കാനായിട്ട് ഒരിടം വരെ പോവേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ മേരി ബഹനെ നൻഹി ബച്ചി കോ ഗോദ് മേ ലേ രഖാത. ഓക്കെ, അപ്പോൾ എൻ്റെ സഹോദരി ഒരു ചെറിയ കുട്ടിയെ അവളുടെ മടിയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് ലേനെ കെ ബാദ് ഉസേ ഫോട്ടോ കോപ്പി കർവാനി തീ. ഓക്കെ, അപ്പോൾ അവളുടെ ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അവർക്ക് ഫോട്ടോ കോപ്പി എടുക്കേണ്ടിയിരുന്നു അതിൻ്റെ. ഓക്കെ, വഹ് പൈസ ഡൂണ്ട്നെ ലഗി. അപ്പോൾ അവൾ എന്ത് ചെയ്തു, പൈസ തരാൻ തുടങ്ങി. ഓക്കെ, അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കാനായിട്ട്. ജേബ് മേ പൈസ നെഹി ദേ. അപ്പോൾ എന്താണ്, പോക്കറ്റിലൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. ഊപ്പർ ആസ്പതാൽ കെ ചൗദേ തല്ലേ മേ ഹി छूट गए दे. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഊപ്പർ ആസ്പതാൽ കെ ചൗദേ തല്ലേ മേ ഹി छूट गए दे. അപ്പോൾ അവർ 4ാം നിലയിലായിരുന്നു ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിരുന്നത്. ഉസ്നെ ദുകാൻദാർ സെ കഹാ കി വഹ് കുച്ച് ദേർ മേ പൈസെ ലാക്കർ ദേ ദേങ്കി. ഓക്കെ, അപ്പോൾ അവർ ഈ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന ആ ദുക്കാൻദാർ, ആ ഷോപ്പിലത്തെ ആളോട് പറഞ്ഞു, പൈസ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തരാം. ഉസേ ഫോട്ടോ കോപ്പി ചായ, എനിക്കൊരു ഫോട്ടോ കോപ്പി വേണം, ജറൂറി ഹേ, അത് അത്യാവശ്യമാണെന്ന്. पर दुकानदार आना खानी करता दिखा. പക്ഷേ അയാൾ അതിന് സമ്മതിച്ചില്ല. ഓക്കെ, തബി പാസ് ഖഡേ ഹേ ഏക് ലഡ്കെ നെ ഉസ്കി ഫോട്ടോ കോപ്പി കെ ബി പൈസ ജമാ കർ ദിയ. അപ്പോൾ എന്ത് ചെയ്തു, ഇവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു കുട്ടി അദ്ദേഹത്തിന് ഫോട്ടോ കോപ്പി എടുക്കാൻ കൊണ്ടുവന്ന പൈസ ഇവർക്ക് കൊടുത്തു. ഓക്കെ, ബഹൻ ഉസ്സേ
പലട്കർ കുച്ച് കഹത്തി ലേക്കിൻ വഹ് ഭീഡ് മേ ഗായബ് ഹോ ചുക്കാ താ. അപ്പോൾ ഈ ബഹൻ ആ കുട്ടിയോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് എന്തോ പറയാൻ വേണ്ടി ഇങ്ങനെ ഒരുക്കുമ്പോൾ പക്ഷേ ആ കുട്ടി ആൾക്കൂട്ടത്തിനിടയിൽ അപ്രത്യക്ഷമായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ പിക്ചറിൽ കാണാം അല്ലേ, സഹോദരി ആ കൊച്ചുകുട്ടിയെ കയ്യിലെടുത്ത് എടുക്കുന്ന പിക്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ്, മേ ഷാം അസ്പതാൽ കെ ബാഹർ ചായ പീനെ നിക്കലി. ഓക്കെ, അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ഓക്കെ, ആംഖേം ദുഃഖ് രഹി തി. അപ്പോൾ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ചായ വാലനെ കഹ ചോട്ടെ കപ്പ് മേ ചായ ദീജി. അപ്പോൾ ചായ വാലനോട് പറഞ്ഞു എന്താണ്, ചെറിയ കപ്പിൽ ചായ തരാൻ വേണ്ടി. ഉസ്നെ ബഡേ കപ്പ് മേ ചായ ദീദി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വലിയ കപ്പിൽ തന്നെ ചായ കൊടുത്തു കേട്ടോ ഇവർക്ക്. അപ്പോൾ ഭയ്യ ചോട്ടാ കപ്പ് ഫിർ സെ മേനെ കഹ. അപ്പോൾ ഇവള് വീണ്ടും പറഞ്ഞു ചോട്ടാ കപ്പ്. ഓക്കെ, പീജിയെ നാ ആപ്പ്. അപ്പോൾ ആ ചായ വാല പറഞ്ഞു ആ കുടിക്കൂ. കഹ്കർ വഹ് കിസി സെ ബാത് കർനെ മേ വ്യസ്ത് ഹോ ഗയ. അപ്പോൾ ഇവരോട് അത് സാരയില്ല, ആ വലിയ കപ്പിൽ തന്നെ നിങ്ങൾ നന്നായി കുടിക്കൂ എന്ന അർത്ഥത്തിൽ ഇവരോട് പറഞ്ഞ് അദ്ദേഹം മറ്റൊരാളോട് സംസാരിക്കുന്നതിൽ മുഴുകി. ഓക്കെ, മേനെ ചായ പീലി ഫിർ വഹ് മേരെ തലഫ് പലട്ട് കർ ബോല. അപ്പോൾ ഇവള് ഈ ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് അയാൾ ഇവരുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, കോയി ഹോസ്പിറ്റൽ മേ അഡ്മിറ്റ് ഹേ ക്യാ. ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ എന്നിവരോട് ചോദിക്കുകയാണ്. മേനെ സോച്ചാ കി മേരെ പീച്ചെ കോയി ഹോഗ ഷായദ് ഉസീസെ പൂച്ച് രഹാ ഹോ. അപ്പോൾ ഇവളെ വിചാരിച്ചു എൻ്റെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടാവും, അവരോടാണ് ഈ ചായവാല സംസാരിക്കുന്നതെന്ന്. ഓക്കെ, ഉസനെ ഫിർ കഹ ആപ്സെ പൂച്ച് രഹാ ഹൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവളിങ്ങനെ പിറകെ തിരിഞ്ഞ് നോക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ मैं आपको हमेशा पढ़ता हूँ, बहुत अच्छा लगता है, मैंने उससे शुक्रिया किया. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇവൾക്ക് ചായ കൊടുത്തു അല്ലേ. അപ്പോൾ അവൾ നന്ദി പറഞ്ഞു, ശുക്രിയ കഹ. ഫിർ ചായക്ക് പൈസേ ദേനെ ലഗി. എന്നിട്ട് ചായയുടെ പൈസ കൊടുക്കാനായിട്ട് തുടങ്ങി. വഹ് ആത്ത് ബാന്ധകർ ഉസി തരേ ഗഡാരഹ. പക്ഷേ അദ്ദേഹം കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് അങ്ങനെ തന്നെ നിന്നു. ബൗത്ത് ജിദ് കർനെ കെ ബാദ് ബി ഉസെ ബാന്ധേ ഹാത്ത് കൂലേ നെഹി. പക്ഷേ അവർ ഭയങ്കര നിർബന്ധിച്ചു. ഓക്കെ, ബൗത്ത് ജിദ് കർനേക്ക് എന്ന് വെച്ചാൽ പൈസ കൊടുക്കാനായിട്ട് വാങ്ങാനായിട്ട് അദ്ദേഹത്തെ നിർബന്ധിച്ചു. പക്ഷെ എന്നിട്ടും അദ്ദേഹം പൈസ വാങ്ങിയില്ല. ഓക്കെ, മേനെ ചായ് കെ ലിയെ ഉസേ ശുക്രിയ കഹ ഓർ ഹോസ്പിറ്റൽ കെ ഭീതർ ചലി ഗയി. എന്നിട്ട് ചായ കൊടുത്തതിൽ നന്ദി പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് നടന്നുപോയി. ഹോസ്പിറ്റൽ കെ ഭീതർ ഓർ ബാഹരി അപ്പനി അപ്പനി അലഗ് ദുനിയ ഹെ. എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലും പുറമേയും എന്താണ് ലോകം എന്ന് പറയുന്നത് വേറിട്ടൊരു ലോകമാണ് അല്ലേ. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഒരു ലോകം, അതിൻ്റെ പുറമെ മറ്റൊരു ലോകം അല്ലേ. എന്നുവെച്ചാൽ എന്താണ്, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണെങ്കിൽ എല്ലാവരും അസുഖം കാരണം വേദനിക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് അല്ലേ. പുറമേ ആണെങ്കിൽ അതൊരു വേറിട്ട ഒരു ലോകമാണ്. अवाब, बीमारी, गरीबी, दुख के बीच भी साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम, थोड़ी थोड़ी आत्मीयत और मनुष्यता बचा कर रखी है. അപ്പോൾ अवाब, बीमारी അസുഖം, ഗരീബി ദാരിദ്ര്യം, ദുഃഖ കെ ബീച്ച് ദുഃഖം, ഇതിൻ്റെയൊക്കെ ഇടയിലും സാധാരണ ലോക് അപ്പനെ ജീവൻ മേ തോടാ തോടാ പ്രേം, ഇതിൻ്റെ ഇടയിലൊക്കെ സാധാരണ ജനങ്ങളെ എന്താണ് തങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കുറച്ച് പ്രേമം, പിന്നെയാണ് ആത്മീയത, ഓർമ്മ, അഭാവ് ഇല്ലായ്മ, ഭീമാരി അസുഖം, ഖരീബി दारिद्र्यम, दुखम के बीच भी साधारण लोगों ने अपने जीवन में थोड़ा दौड़ प्रेम, थोड़ी थोड़ी आत्मीयता और मनुഷ്യത बचाकर रखी है. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലും സാധാരണ ജനങ്ങൾ തങ്ങളുടെ ജീവിതം അതിലും ജീവിച്ചു തീർക്കുന്നു അല്ലേ. പിന്നെന്താണ് ഥോഡ പ്രേമം, ഥോഡി ഥോഡി ആത്മീയത और मनुഷ്യത बचाकर रखी है. കുറച്ച് പ്രേമം, കുറച്ച് ആത്മവീര്യം, കുറച്ച് മനുഷ്യത്വം. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबके ताकतवर मूल्य यही इंसान के भीतर समर्पण ला सकता है और यही अतिरिक्त पाने के लालच उसके लिए एक दूसरे पर हमले, एक दूसरे पर अविश्वास और हिंसा सबको ख़त्म कर
सकता है। इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता. അപ്പോൾ ഈ ഒരു ലൈൻസിൽ എന്താണ് പറയുന്നത്? ഇല്ലായ്മയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നൊക്കെ എന്താണ് മനുഷ്യൻ്റെ വില മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൂമിയിലെ സ്നേഹം, അത് മാത്രമാണ് അല്ലേ? അപ്പോൾ ഇസ് ധർത്തി കോ പ്രേം കെ സിവ ഓർ കുച്ച് നഹി ബച്ചാ സക്താ ഹേ. പ്രേമം ഭൂമിയിലെ ഏറ്റവും ശക്തമായ വസ്തുവാണ്. അത് സമാധാനത്തിനും പ്രത്യാശയ്ക്കും വഴിയൊരുക്കുന്നു അല്ലേ? അപ്പോൾ എന്താണ്? യഹ് ധർത്തി കോ പ്രേം കെ സിവ ഓർ കുച്ച് നഹി ബച്ചാ സക്താ ഹേ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്താണ് മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി അല്ലേ? ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കണമെന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.